ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഒരു നല്ല ഈസി ആയിട്ടുള്ള 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ അവൽ വിളയിച്ചത് തന്നെയാണ്. അപ്പോൾ സാധാരണ നിലയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അവൽ വിളയിച്ചിട്ടുള്ളത്. ഇത് എത്ര ദിവസം വെച്ചാലും കേടുവരില്ല കേട്ടോ. നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നൂൽപ്പരുവും ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഞാൻ അടുപ്പത്തൊരു കടായി ചൂടാക്കാൻ വെച്ചിരിക്കുന്നു. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നെയ്യിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ചിലവരൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവൽ നെയ്യിൽ ഉണ്ടാക്കിയാലാണ്. അപ്പോൾ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നെയ്യ് തന്നെ ഒഴിച്ചെടുത്ത് നോക്കൂടി കേട്ടോ. നല്ല ടേസ്റ്റാണ് നെയ്യിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പൊട്ടുകടലയാണിത്. എല്ലാവർക്കും അറിയില്ല, എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും പൊട്ടുകടല. അത് 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഒരു പിടി നിറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേമാതിരി വറുത്ത് കോരിയെടുത്താൽ മതി. നമ്മളെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് വറുത്ത് കോരി വെച്ചിട്ട് നമുക്ക് ഈ നെയ്യ് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ തന്നെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ ശർക്കര മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നേരെ കുത്തനെ ഒഴിച്ചു കൊടുക്കരുത്. ഒരു സൈഡ് കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നാകെ നമ്മളെ മേത്തേക്ക് തന്നെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടിക്കോളുമല്ലോ. പിന്നെ ഇതിലേക്ക് ഒരു വലിയ മുറി തേങ്ങയാണ് ഞാനെടുത്തത്. ഒരു തേങ്ങൻ്റെ പകുതി എടുത്തിട്ട് ഈ ശർക്കരയിൽ നല്ലോണം അലിയിച്ചെടുക്കണം കേട്ടോ. ഈ തേങ്ങൻ്റെ ഈ വെള്ള കളറൊക്കെ മാറിയിട്ട് ശർക്കര കുടിച്ചിട്ട് ആ ശർക്കരൻ്റെ കളറായിട്ട് വരണം തേങ്ങ. അതുവരെ നമ്മളൊന്ന് ഇത് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതേ ഒരു പരുവം ആക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ തേങ്ങൻ്റെ കളറ് കണ്ടില്ലേ, അതൊക്കെ മാറിയിട്ട് ആ ശർക്കരൻ്റെ കളറ് ആയി വന്നിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഈ തേങ്ങ ഒക്കെ കടിക്കുമ്പോൾ ഒപ്പം ആ ശർക്കരൻ്റെയും കൂടി ടേസ്റ്റ് നമുക്ക് വരും. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം എന്നുള്ളത്. പിന്നെ അതായത് ഒരു 300 ഗ്രാമോളം അവലുണ്ടാവും കേട്ടോ. അവൽ വെള്ളാവലൊന്നും എടുക്കണ്ട, നല്ല ഡ്രൈ ആയിട്ടുള്ള മട്ടവലില്ലേ, മട്ടവൽ തന്നെ എടുത്താൽ മതി. നമുക്കിങ്ങനെ ഈ അവലൊക്കെ വിളയിച്ചെടുക്കണേക്ക് നല്ല ടേസ്റ്റ് കിട്ടൽ മട്ടവൽ ഇട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ മട്ടവൽ തന്നെ എന്താ പറയുക, മട്ടവൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. നമ്മൾ എപ്പോഴും നമുക്ക് നല്ലത് ഈ കുറച്ച് തവിടൊക്കെ ഉള്ള മട്ടവൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളാവിലാണ് ഉപയോഗിക്കല്. കളറ് മാറാതിരിക്കും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അവലാണ്. അപ്പോൾ അതാ ഞാൻ അവലും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വിളയിച്ചിട്ട് എടുത്തിക്കണം കേട്ടോ. വിളയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി ചിലവരൊക്കെ കമൻ്റായിട്ട് വരും, എന്താണ് വിളയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിളയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊട്ടുകടലയും അണ്ടിപ്പരിപ്പും നെയ്യിൽ വഴറ്റി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊട്ടുകടലയും അണ്ടിപ്പരിപ്പും അവലിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണ മാതിരി ഒന്ന് ഇളക്കിയെടുക്കുക. നമുക്ക് ഓരോ ബൈറ്റ്സ് ഇങ്ങനെ കടിക്കുമ്പോഴും ഈ പൊട്ടുകടല നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ അവല് വിളയിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി, നല്ല ടേസ്റ്റാണ്. പിന്നെ അതാ ഞാൻ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, സാദാ മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടിയാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇട്ടുകൊടുത്താൽ മതി. പിന്നെ സാധാ മുന്തിരി ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടി ഒരുപാട് നല്ലതാണ് പിന്നെ ഈ കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. രക്തം വെക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്, ഹെൽത്തിനൊക്കെ. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ആരോഗ്യത്തിനായാലും നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇത്ര തന്നെ ഇത് ചെയ്യാനൊക്കെ ഉള്ളൂ. നമുക്കിങ്ങനെ ഓരോ ബൈറ്റ്സ് കടിക്കുമ്പോഴും നമുക്ക് അവലും തേങ്ങയും ശർക്കരയും
അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും മുന്തിരിയും എല്ലാതും ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഈ അവൽ വിളയിച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ സാധാ അവൽ വിളയിച്ചതിനെക്കാട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അവലൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും. അവർക്ക് ഹെൽത്തിനും നല്ലതാണ്. നമ്മൾ കുറേ എണ്ണയിലൊക്കെ പൊരിച്ചതൊക്കെ കൊടുക്കണക്കാട്ട് വളരെയധികം നല്ലതാണ്. ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നമ്മളൊരു കുപ്പിയിൽ അടച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേടാവത്തൊന്നുമില്ല കേട്ടോ, അതേപോലെ ഇരുന്നോളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നാളെ ഇതേപോലെ ഒരു നല്ല സിമ്പിളായിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.